ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാവയല്ല കേട്ടോ വീഡിയോയിൽ, ഇന്ന് ഞാനാണ്. അപ്പോൾ നമ്മളിന്ന് ചീര എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ക്ലൈമറ്റൊക്കെ മാറി കേട്ടോ, അപ്പോൾ മഴയാണ്. അപ്പോൾ നമുക്കിതേ റോസപ്പൂ ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. വരുന്നമ്മേ ദേ റോസപ്പൂ എല്ലാം വിട്ടപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇതുണ്ട്. ഇത് തീരാറായതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതേ മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കി മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. പിന്നെ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോകാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം വെട്ടി 3-4 ചട്ടിയിലാക്കി കൊണ്ടുപോകണം. അത് നാളെ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ വാവേ. അപ്പോൾ അതാക്കി കൊണ്ടാവുമെന്ന് വിചാരിച്ചത്. എവിടെയും പൂക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിനിസ് ചേച്ചിയുടെ മൾബറിയിൽ ഒത്തിരി മൾബറിക്ക് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചേക്കാം. മൾബറി കായ ഉണ്ടായിട്ടുണ്ട്. മഴയൊക്കെ ആയി ഇപ്പം നല്ല രസമാണ് കിടക്കുന്നത് കാണാനായിട്ട് കണ്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമുക്ക് ചീര പറിക്കാം. ബാ, അമ്മ നട്ട കപ്പയൊക്കെ പിടിച്ചു. മധുരക്കിഴങ്ങ് കഴിഞ്ഞ ദിവസം പറിച്ച് അതുപോലെ കുഴിച്ചിട്ട് കേട്ടോ. നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കാം. നാളെ ഉണ്ടായിരുന്ന ഒരു തണ്ട് എടുത്തതാട്ടോ. ഒരു കറിക്കുള്ള എന്തായാലും കിട്ടും. ഉള്ളി ഒക്കെ ഇട്ട് നല്ല മഴക്കോളുണ്ട് കേട്ടതുണ്ടോ. ആകാശത്തേക്ക് നോക്കി അറിയാം, നന്നായിട്ട് മഴയ്ക്കുള്ളതാണ്. അതെ, ഒരു തണ്ണിമത്തം പിടിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതേ കിടക്കുന്ന കഴിഞ്ഞ ദിവസം അമ്മച്ചി പറിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതേ മധുരക്കിഴങ്ങിന്റെ മധുരക്കിഴങ്ങിന്റെ പിന്നെ നമ്മുടെ അത് മുട്ടപ്പഴം കാണിച്ചു. മുട്ടപ്പഴം ആയി വരുന്നുണ്ട് കേട്ടോ. മുട്ടപ്പഴം ഇന്നതുണ്ടാവും കേട്ടോ, കാരണം മുട്ടപ്പഴത്തിന്റെ ഒരു പൂ പോലും മിസ്സാവില്ല. ആയി വരുന്നുണ്ട് വേണ്ടത്. ഇത് മാത്രല്ല, ഇങ്ങോട്ട് നോക്ക്, വേണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആയി വരുന്നുണ്ട്. അതെ, ആർക്കെങ്കിലും മുട്ടപ്പഴം വേണം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ പറയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചുതരാം. ഇവിടെ ആരും അങ്ങനെ കഴിക്കില്ല. നല്ല മധുരമുള്ള മുട്ടപ്പഴം നല്ലതാ കഴിക്കുന്ന കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ, ഓർണം പോലും പോകൂല, എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഒത്തിരി പഴം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളെല്ലാം കൃഷി ചെയ്യാൻ. അതെ, കപ്പയൊക്കെ ആണെങ്കിലും കപ്പ ഇടണം, മധുരക്കിഴങ്ങ് നടണം. കപ്പയുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറ. ഇവിടെ ചെറിയ നിപ്പുണ്ട്, പയർ നിപ്പുണ്ട്, ചീര നിപ്പുണ്ട്, മധുരക്കിഴങ്ങ് നിപ്പുണ്ട്. പിന്നെ എന്താ നമുക്കൊരു എന്താണ് മുട്ടപ്പഴം ഉണ്ട്. അതെന്താ പറയുക, അത് ബട്ടർ ഫ്രൂട്ട്. ബട്ടർ ഫ്രൂട്ട് ഉണ്ട്. അത് ഇതുവരെ കായ്ച്ചില്ല കേട്ടോ. ഇത് കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അതെന്താ ചെയ്യേണ്ടത്, നല്ല വലിയ മരമായിട്ട് വരുന്നുണ്ട്. തളർത്തിട്ടുണ്ട്. കായ്ക്കുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം അത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ചീരയൊക്കെ കറി വെച്ചത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കറിക്കുള്ളതുണ്ട്. ഇത് ഇവിടുത്തെ ചീര അവിടുത്തെ ചീര നമ്മൾ നന്നായിട്ട് അവിടുത്തെ ചീര കുഴയുന്ന പോലെ ഒന്ന്, പക്ഷേ ഇവിടുത്തെ ചീര നന്നായിട്ട് ഇതായി കിടക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ ഇലയെല്ലാം പുഴുവൊക്കെ തൊട്ട ഇലയെല്ലാം കളഞ്ഞ് നോക്കി നമുക്ക് കറി വെച്ച് കൂട്ടാം. ഓക്കെ ഓക്കെ, കറി വെക്കുന്ന കാണിക്കണം, എല്ലാവരും കറി വെച്ച്. അതെ അതെ, ചീര എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ആണെങ്കിൽ ഞാനിപ്പോൾ ചീരയൊക്കെ കുറേ നടുവായിരുന്നു. കുറച്ച് അവിടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എന്നാലും ചീരയൊക്കെ നട്ട് നന്നായിട്ട് കഴിക്കാനും നമുക്ക് കിട്ടുമായിരുന്നു. കഴിക്കാനും കിട്ടുമായിരുന്നു, വിൽക്കാനും കിട്ടുമായിരുന്നു കേട്ടോ. ഒത്തിരി ചീര ഞാൻ വിറ്റിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ നട്ടേ. കോവയ്ക്കൊക്കെ കോവയ്ക്ക അത് കഴിഞ്ഞിട്ടുണ്ടായത്. ചീരയൊക്കെ കുറേ വിറ്റായിരുന്നു, കുറേ ചീര ഉണ്ടായിരുന്നു. ഇനി വേണം ചെയ്യാനായിട്ട്. ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇത്രയും ചീര കിട്ടി. ഇതിന് കറി വെക്കണം. ചീര ഏറ്റവും നല്ല കുറേ നാൾക്ക് ശേഷം നല്ല ചൂടിന്റെ ഒക്കെ ശമനം കൊണ്ട് 2 ദിവസം മഴയാണ്. അതെ, മഴ പെയ്തുകൊണ്ട് ഒരു ക്ലൈമറ്റ് ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പം ചെറിയ ചൂടൊക്കെ മാറി ഒരു നേരിയൊരു തണുപ്പ് പോലെ ഉള്ളൂ. നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് മുമ്പ് രക്ഷപ്പെടണം. അപ്പോൾ ഓക്കെ, നമുക്ക് ചീര കറി വെക്കാം. ഹലോ, അപ്പം ഞാനും ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ടൂർ പോവുകയാണ് അല്ലേ. എവിടെയാണ്? മാവേലി സ്റ്റോർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന കാര്യമുണ്ടോ? വേറെ ഒന്നുമല്ല, ലിതിമോക്കും കടയിൽ വരണം.
അപ്പോൾ അമ്മച്ചീരെ അടുത്ത് കുഞ്ഞിപ്പെണ്ണ് അധികം നേരം ഇരിക്കുകയല്ല, അവൾ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അമ്മച്ചീനെയും കുഞ്ഞാവേനെയും വണ്ടിയിൽ ഇരുത്തിയിട്ട് വേഗം കടയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോയിട്ട് നമ്മൾ കുറച്ച് താമസിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ആദ്യമുണ്ട് എലിക്കുട്ടിയമ്മ ഉണ്ട്. എലിക്കുട്ടിയമ്മയൊക്കെ ഇട്ട ഡ്രസ്സിൽ തന്നെ വരാൻ നിൽക്കും, അത് കാരണം പുറത്ത് ഇറങ്ങണ്ടല്ലോ. കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് ഒത്തിരി ആയല്ലേ. അതെ, മീൻ കൂട്ടിയിട്ട് കുറേ നാളായി. ഞാൻ കൂട്ടുന്നില്ല, അതൊക്കെ അമ്മയ്ക്കും ആദ്യക്കുട്ടനും. അതപ്പോൾ എനിക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു. ഒന്നുകൂടെ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, പിന്നെ പോയി ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണതേ അതൊരു വളയിട്ട് കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞേ. ഓക്കെ, എന്ന് വളയിടും. നമുക്ക് ഇച്ചിരി ലൂസായിരുന്നു ആ വള കേട്ടോ. അപ്പൊ ഞങ്ങളൊന്നും വിചാരിച്ചില്ല, പാകത്തിനുള്ള വള കിട്ടിയില്ല കേട്ടോ. കടയൊക്കെ 2-3 കട കയറിയിട്ട് അവരുടെ പാകത്തിനുള്ള വളയൊന്നും കിട്ടിയില്ല. 2 പ്രാവശ്യം മേടിച്ച് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ട വന്നു. അപ്പൊ ഇച്ചിരി ലൂസാണ്, അവൾ എപ്പോഴും ദൂരം എപ്പോഴും സ്വന്തമായിട്ട് ഊരി കളയും കേട്ടോ, എന്നും വളയിടിയിക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. ഞങ്ങൾ പോയിട്ട് വരട്ടെ അല്ലേ, പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ എന്ന് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുമാത്രമല്ല, വീഡിയോ ഇടാനായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പിന്നീട് പറയാം കേട്ടോ. നോക്കാൻ വേണ്ടി അതിനകത്തിട്ടിടല്ലേ, അതിൻ്റെ അകത്തല്ലേ, ഇതിൻ്റെ അകത്ത് ഓട്സ് ആണോ? ഓട്സ് ഓർന്നെടുക്കാം. ഇതിൻ്റെ 1/2 കിലോ പരിപ്പ് വേണമെങ്കിൽ എടുത്തു. കടന്നേക്ക് ഒന്നെടുത്തു. അര മാറ്റ്, അതെടുക്കടാ. ഇത് ഈ ഒന്നിട്, അതറിയാ, അത് അര മാറ്റിട്ട് ഒന്നിടാ. ഇത് അതങ്ങ് മാറ്റി, ഇതെടുത്തോ. അരയോ ഒന്നെടുത്തോ, ഒന്നെടുത്തോ. പിന്നെ നമ്മൾ വരണേ, അരകില്ലല്ലോ. കൊണ്ടായത് ഇത് ബാക്കിയുണ്ടെങ്കിൽ. പിന്നെ കടുക് വേണ്ട, പെരുംജീരകം വേണ്ട, ഉലുവ വേണ്ട, സാമ്പാർ പൊടി, കിച്ചൻ്റെ പേര്, മുളക് പൊടിയോ, മുളക് പൊടി വലുതിടുതാ. അത് പാലാണത്, 1 കിലോത്തിൻ്റെ പാലാ. 1/2 കിലോ അറിയണോ? ആണോ സോപ്പ്? ഇത് ഓഫറിലല്ലടാ, ഇപ്പോൾ ഓഫറിൽ കിടന്നതാണ് 4 27 രൂപ. ഈ മറ്റേ തന്നെ മേടിച്ചാൽ മതി. 10 രൂപ കേട്ടോ. അത് നല്ല ഓഫറായതുകൊണ്ട് 5 രൂപയുടെ എക്സ്ട്രാ മേടിക്കാം പോരെ. അതിൻ്റെ ഓഫറിലുണ്ടാവില്ല, നോക്കി. ഇത് ഓഫറാ? അതല്ല, ഇത് ഓഫറാടാ. അത് ഓഫറാ. ഇത് പോരെ, മതി. സാമ്പാസ് എടുക്കാം. അത് നമുക്ക് വേറെ കടയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുക്കാം. അലക്കണ സോപ്പ് എടുക്കാം. ഇത്രയും വേണ്ട മോനെ, നമ്മൾ പോവല്ലേ. വേണോ? അത് എത്രയാണ്? 10-ൻ്റെ അല്ലേ? 9 ഏതാണ്? ഇതിൽ 14 ഉണ്ട്. ഇത് ഇതല്ലടാ, ഇത് വലുതാ, കുഞ്ഞു പിള്ളേരുടെ. എസ് എന്നുള്ളത് എടുക്കുക, എസ്. പക്ഷെ ഇത് പറ്റില്ല, കട വേറെ മേടിക്കാടാ, ഓഫർ ഉണ്ടാവും. കോഫി പൗഡർ സോപ്പ് പൊടി എടുത്തു. കടയിൽ മീൻ മേടിക്കാനായിട്ട് പോവാണേ. ഡെലിരിമോളും ഉണ്ട്, അപ്പം മീൻ മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോവാം. ഹലോ, അപ്പോൾ നമ്മളെവിടെ പോവാണ്? നമ്മൾ നടക്കാൻ നടക്കുവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ നടക്കാനൊക്കെ പോയിട്ട്. നമ്മൾ കുഞ്ഞാവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ അത് പോയിട്ടില്ല കേട്ടോ. ഉറക്കമൊന്നും ശരിയാത്തോണ്ട് രാവിലെ ഉറക്കമൊക്കെയാണ്. അതുകൊണ്ട് രാവിലെ എനിക്ക് പോകാൻ നടക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അതുപോലെ വൈകുന്നേരം നടക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന്
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് നടക്കാം. അപ്പോൾ ലിതിമോക്കാണെങ്കിൽ ഒരു ലിതിമോക്കാണെങ്കിൽ ഇപ്പൊ നടക്കാൻ പറ്റില്ല. അവൾക്ക് ഡെലിവറി സമയത്ത് എത്രയായിരുന്നു? 91 കിലോ, 93 കിലോ. അതല്ല, കൊച്ചുണ്ടാകുന്നതിന് വേണ്ടി 93. 93. അത് കഴിഞ്ഞാൽ 91 പിന്നെ അത് കഴിഞ്ഞാൽ 87. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 83. അപ്പൊ ഇനിയും കുറച്ചില്ലെങ്കിൽ അതെ രക്ഷ ഉണ്ടാവില്ല. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കാലിനൊക്കെ ആണെങ്കിൽ മസിൽ പിടിക്കാൻ, നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ എന്നാലും വാവയ്ക്ക് നടന്നില്ലെങ്കിൽ വാവയുടെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നും അങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. വാവയുടെ കൂടെ ഇനി നടന്നോ, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം അങ്ങ് നടക്കാന്ന് വിചാരിച്ചിട്ടാ. എന്നെ മൊത്തം ഒന്ന് കാണിച്ചിട്ട് വാവേ. ഇത് കണ്ടോ, നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. കണ്ട, വയറും ഉണ്ട് വണ്ണവും ഉണ്ട്. വയറ് കുറയ്ക്കാം. ഇപ്പൊ ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം മാറിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ശ്വാസം പോലും എടുക്കാൻ പറ്റാൻ, നടക്കുമ്പോൾ പറ്റണില്ല. നല്ല വണ്ണമുണ്ട്. അതെ, നമ്മള് വീട്ടിൽ ഇരുന്ന് പറ്റില്ലല്ലോ. അതെ, ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഫുഡ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നടന്നിട്ടെങ്കിലും കുറച്ച് മാറ്റാന്ന് വിചാരിച്ചിട്ട് വാവയുടെ കൂട്ടി നടക്കാം. ഞാൻ ഡയറ്റ് പ്ലാനൊക്കെ ഒരു കുറേ നാൾക്ക് മുന്നേ എടുത്ത് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 2-3 കിലോ കുറഞ്ഞായിരുന്നേ. പിന്നെ ഇപ്പം ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നായതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് വണ്ണം വെച്ചു. 2 കിലോ കൂടെ കൂടി. അപ്പോൾ ഞാനിന്ന് ആശുപത്രി പോയപ്പോൾ നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ദൈവമേ ഞാനിങ്ങനെ വണ്ണം വെച്ച് വരുവാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസൊക്കെ, എണ്ണ പൊരിച്ചത് വറുത്തതൊക്കെ ഒഴിവാക്കി. അല്ലേലും അധികം കഴിക്കലില്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെ കഴിച്ച് നമ്മൾ ആകെ സീനായിട്ടിരിക്കുക. അതുകൊണ്ട് എന്താ ചെയ്യുക, എല്ലാം ഒഴിവാക്കി നല്ല അടിപൊളി ഡയറ്റിലേക്ക് ഞാൻ റെഫറൊക്കെ ചെയ്തിട്ടാണ് ഡയറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കുറച്ച് സൂംബയൊക്കെ ചെയ്യാൻ. എനിക്ക് സൂംബ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെയ്ത് ഒന്നും ചെയ്യാൻ തോന്നും. ചില നേരത്ത് മടിയായിപ്പോവും ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും വണ്ണം കുറയ്ക്കണം. പിന്നെ ജിമ്മിൽ പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ടാവും. പിന്നെ എറണാകുളം പോകാൻ പ്ലാനുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് നോക്കുവാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മളൊരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ തുടർന്ന് മുമ്പോട്ട് അതെ പോകാനുള്ള. ലിതിമോക്കാണേലും പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ ജോലിക്ക്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് വഴിയേ പറയാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അതൊരു ഞങ്ങളിപ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നത്. അതെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. എന്ത് കാര്യത്തിന് നമുക്ക് എന്താ പറയുക, നമുക്ക് ചെയ്താൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മനസ്സിലൊരു വിശ്വാസവും നമുക്ക് ചെയ്യാനുള്ളൊരു ആരോഗ്യവും പിന്നെ എന്താ പറയുക ആത്മധൈര്യവും ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ ഏത് കാര്യം ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾ ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ അവരെക്കാളും കൂടുതൽ വിജയിക്കും. കാരണം നമ്മൾ ഒത്തിരി അങ്ങോട്ട് നഷ്ടം വരാവുന്ന രീതിയിൽ, ലാഭം നഷ്ടം ഉണ്ടാവും, നഷ്ടം വരാവുന്ന രീതിയിൽ സ്ത്രീകൾ ചെയ്യില്ല. കാരണം ഞാൻ ഷോപ്പിലൊക്കെ നിന്നിട്ടുണ്ട്. ബിസിനസ് അങ്ങനെ ഒരു ചെയ്തിട്ടുള്ളൊരു പരിചയം ഉള്ളത് കൊണ്ട് ആ ഒരു ഇതുണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ ഒരു വിജയിക്കും വിചാരിക്കുന്നു. അപ്പോഴേ അതൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ ഇന്നാള് പറിച്ചല്ല നമ്മൾ പറക്കിയ ഓറഞ്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് എറിഞ്ഞിട്ട് 2 പറിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ 1/4 മണിക്കൂർ ഇപ്പം നടന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇവിടം വരെ കയറി വരുന്ന ഒരു ചടങ്ങാണ്, കയറ്റമല്ലേ. അപ്പോൾ കയറ്റം ആയതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, കയറ്റം ഇറക്കമായതുകൊണ്ട്. കുറേ നടന്നിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരുന്നു പറയാൻ ബുദ്ധിമുട്ട്. നമ്മൾ കുറേ നാൾ കൂടിയല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ പറിക്കാൻ പറ്റുമെന്ന്. കാരണം നിലത്തൊക്കെ ചാടിക്കിടക്കുന്ന കൊള്ളില്ലാത്ത ഇത് നല്ലടി, അത് അല്ലാതെ വീഴുന്നാടി ഇത് നല്ലതായിരിക്കും. അത് തന്നെ. പക്ഷെ നല്ല മണം കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞില്ല മണമൊന്നുമില്ല, പക്ഷെ ഗുണമില്ല, മനസ്സിലായോ? അത് തന്നെ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അതുകൊണ്ട് ആൾക്കാരൊന്നും പറിക്കാതെ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കൊച്ചിനെ ഉറക്കി കിടത്തിട്ടാട്ടോ പോകുന്നത്. ആട്ടി സക്കെ കറക്റ്റ് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച സാധനമാണിത്.
അൻസി ആ അടിപൊളി. പുളിപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു നിഗമനം. കാണും, ഒത്തിരി പഴുത്തില്ലല്ലോ. വീണ് പോകുന്നതിന് പുളിപ്പുണ്ടാവും. കൈ പൊളിക്കാനും പാടാം. ഓ അത് അത്ര ആയില്ലല്ലോ അവിടെ. പുളിപ്പായിരിക്കും, പഴുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. നല്ല മണം. കുഞ്ഞി ഓറഞ്ച്. ആയിക്കോടെ വെള്ളം വരുന്നു. എൻ്റെ അമ്മോ കാല കഴിപ്പ്. അയ്യോ ഭയങ്കര പുളിയാ. നല്ല മണം. ഒട്ടും തിന്നണ്ട, നനക്കാം. ഇല്ലേ തിന്ന് തിന്ന്. ഒട്ടിനും കൊള്ളില്ല. വെറുതെ വായ പോയി. അതെ, പോയാലോ? പോകാം. അതേ കാണുന്ന പേരയൊക്കെ ഇല്ലേ, അതൊക്കെ ഇഷ്ടം പോലെ പേരൊക്കെ വറുത്തോണ്ടിരുന്ന. ബാ പള്ളിമുറ്റത്തോടെ കിർപ്പ. അയ്യോ അയ്യോ. അങ്ങനെ നമ്മുടെ പള്ളി. നമ്മൾ ഈ പള്ളിയിലല്ല വരുന്നത്, എങ്കിലും നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും വന്നിരിക്കുന്നതും നമ്മുടെ പള്ളി എല്ലാവരുടെ ലോകത്തിലെ അല്ലേ. അതെ, പള്ളിയും അമ്പലവും ഒക്കെ എല്ലാവരുടെ. ഞാൻ പേടിച്ചു കേട്ടെ. എല്ലാം പറഞ്ഞതാ. എന്താ മനോഹരമായ പള്ളിമുറ്റം. ഒരു സെൽഫി എടുക്കുക. അങ്ങനെ ഇങ്ങനെ എടുക്കും. എൻ്റെ മോൻ ഭയങ്കര വലിയ. അല്ല, ഫോട്ടോ എടുക്കാനാ പറഞ്ഞു. അതാ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിട്ടാ. ആൾക്കാർ കിട്ടുന്നു. അതിനിപ്പോൾ എന്താ. അപ്പോൾ ഞങ്ങളിതേ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറങ്ങുമ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ചു തരാട്ടോ. കുറേ ഉണ്ട് കേട്ടോ. അതെ, കുഞ്ഞിപ്പിള്ളേർ കിടക്കുന്നവരെ കിടക്കുന്നത്. ചത്തുപോയി കേട്ടോ. ഇഷ്ടം പോലെ വണ്ടുണ്ട്, കരിവണ്ട്. എന്താ കഷ്ടമല്ലേ, ഒരു ജീവനല്ലേ. എനിക്ക് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ബാക്കിലോട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അതുണ്ട്. എന്തിൻ്റെ ഇങ്ങനെ